ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കാനും മടിയില്ലാത്തവരാണ് മനുഷ്യർ. ഫ്ലാറ്റ് സംസ്കാരം വ്യാപകമായതിനു ശേഷം പലർക്കും ഫ്ലാറ്റുകളോടാണ് താല്പര്യം. ഫ്ലാറ്റുകളിൽ കിട്ടുന്ന സുരക്ഷയും ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാനുള്ള പണച്ചെലവുകളുമൊക്കെയാണ് ഇതിനു കാരണം. എന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഫ്ലാറ്റ് തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത് കേരളത്തിൽ മാത്രം. ആപ്പിൾ എ ഡേ പ്രോപ്പർട്ടിയും ശാന്തിമഠം ബിൽഡേഴ്സും ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സും ഹീര ബിൽഡേഴ്സുമൊക്കെ ഇത്തരത്തിൽ ഇടപാടുകാരെ കബളിപ്പിച്ചവരാണ്. എറണാകുളം വൈറ്റില കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആൻഡ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ തട്ടിപ്പിൻ്റെ കഥയാണിത്. 2016 എറണാകുളം തൃപ്പൂണിത്തുറയിൽ കിങ്സ് പ്ലേസ് എന്നൊരു പ്രോജക്റ്റ് ആൻഡ ബിൽഡേഴ്സ് അനൗൺസ് ചെയ്യുന്നു. നിരവധി പേർ ആൻഡ ബിൽഡേഴ്സിന് പണം നൽകി ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ ഫ്ലാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. വാങ്ങിയ പണം മടക്കി കൊടുക്കാനും ആൻഡ ബിൽഡേഴ്സ് തയ്യാറായില്ല. അതോടെ പണം നൽകിയവർ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ സമീപിച്ചു. റെറയിൽ നിന്ന് തൃപ്തികരമായ വിധി ഉണ്ടാകാത്തതിനാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ആൻഡ ബിൽഡേഴ്സിൻ്റെ കബളിപ്പിക്കലിന് ഇരകളായവർ. കോടികൾ തട്ടിയ കിങ്സ് പ്ലേസ് പ്രൊജക്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് ആൻഡ ബിൽഡേഴ്സ് MD ആയിട്ടുള്ള മിഥുൻ കുരുവിള റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. 2016 സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. സെപ്റ്റംബർ 2019 കംപ്ലീറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞാണ്. ഇന്നത്തേക്ക് അത് 10 കൊല്ലമായി. എവിടെയും എത്തിയിട്ടില്ല. ഒരു 4ാമത്തെ ഫ്ലോർ വരെ കൺസ്ട്രക്റ്റ് ചെയ്ത് 2 കൊല്ലമായിട്ട് സ്റ്റക്കായിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൽ 67 ഫ്ലാറ്റ് പണിയാം. 14 നില കെട്ടിടത്തിൽ 67 ഫ്ലാറ്റ് പണിയാം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് ഇവർ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ സൈൻ ചെയ്തത്. ഇതിൽ 22ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. 8 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 10 കൊല്ലമായിട്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഓരോ പ്രോജക്റ്റുകളിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് റെറയാണ്. അപ്പോൾ ഈ കേസിൽ ഞങ്ങൾ റെറയെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾക്ക് റെറയുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലായത് 40ഓളം കേസ് ഈ ആൻഡ ബിൽഡേഴ്സിന് അഗൻസ്റ്റ് പല ലൊക്കേഷനിലും കൊച്ചിയിലും തിരുവനന്തപുരം പ്രോജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങളൊരു 18-19 പേര് റെറയെ അപ്രോച്ച് ചെയ്ത് റെറയ്ക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. റെറ നമ്മുടെ പോയിൻറ്റ്സ് പ്രയർ എല്ലാം കേട്ടതിന് ശേഷം നമുക്കൊരു വിധി തന്നു. അതായത് ഒരു നോമിനൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് റെസ്പോൺസ് ആൻഡയിൽ നിന്ന് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ജനുവരിയിൽ നമുക്കൊരു വിധി വന്നായിരുന്നു. പക്ഷേ നാളിതുവരെ ഇത് 6 മാസമായി ആൻഡയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. ഇതേപോലെ ഞങ്ങളെല്ലാവരും 2016 ബുക്ക് ചെയ്തിട്ട് ഫുൾ പേയ്മെൻറ്റും കൊടുത്തിട്ട് ഇരിക്കുവാണ്. എല്ലാം കുറേ മീറ്റിങ്സ് വെച്ച് കുറേ ഫോൾസ് പ്രോമിസസ് അവർ നമ്മുടെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഓരോരോ എക്സ്റ്റൻഷൻസ് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ടൈം അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഞങ്ങൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ അക്സെപ്റ്റ് ചെയ്തു. അതിനുള്ള ആക്ഷൻസ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക്സിലെല്ലാവർക്കും അവർ പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രേരണ കൂടിയാണ് നമുക്ക് ഇവിടെ. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഏതാണ്ട് 80 വയസ്സായി. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയറായിട്ട് തന്നെ 10-18 കൊല്ലമായി. എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, റിട്ടയർമെൻറ്റ് പൈസ എൻ്റെ മക്കൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം അവർക്കൊരു ഫ്ലാറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവരുടെ കയ്യിൽ കുടുങ്ങിപ്പോയതാണ്. 2016 ഞാൻ ആദ്യത്തെ 5 പർച്ചേസേഴ്സിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. 2016 മുതൽ എൻ്റെ പൈസ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ കൊല്ലവും ഇത് കാത്ത് ഫ്ലാറ്റ് ആകുമെന്ന് ഇത്രയും വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. ഈ വയസ്സായ വേളയിൽ 80 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രമാത്രം ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. വയസ്സായ വേളയിലായിപ്പോയിട്ട് ഇത്രയും കൊല്ലമായിട്ടത് കിട്ടാത്തതിൽ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ഏതാണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ ഇവിടെ വന്ന്, ഞങ്ങൾ 10-20 പേര് ഇവിടെ ഉണ്ടല്ലോ, അവരുടെ തന്നെ ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 8 കോടിയോളം ഉണ്ടാവും. അതുപോലെ എത്രയോ സുഹൃത്തുക്കൾ വേറെ ഉണ്ടാവും. വേറെ പ്രൊജക്റ്റിൽ എത്രയോ പേരുണ്ടാവും. അപ്പം ഇത്രയും പേര് ഇവരുടെ ഫണ്ട്സ് ഇവരിത് എന്ത് ചെയ്യുന്നു എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരെയും ഓരോ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് ആളുകളെ പറ്റിച്ചിങ്ങനെ അവരിങ്ങനെ സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ തുല്യ ദുഃഖിതരായ ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അനേകം ആളുകൾ ഇനിയും അതിനകത്ത് ഉണ്ടാകുമായിരിക്കാം. അവരുടെ ഈ പ്രൊജക്റ്റിൽ തന്നെ 10-40 പേര് ചിലപ്പോൾ ഉണ്ടായിരിക്കാം.
അവരുടെ മറ്റുള്ള പ്രൊജക്റ്റുകൾ ഇവിടെയുള്ള ഈ ആളുകൾ കൊടുക്കുന്ന ആ പൈസ വെച്ചായിരിക്കും അവരൊരു പക്ഷേ പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നത്. അവിടെയും തുടങ്ങി വെച്ചിട്ട് അവിടെ നിന്നും പൈസ കിട്ടിയിട്ട് ആ പൈസ കൊണ്ട് വേറെ പ്രൊജക്റ്റ് തുടങ്ങുമായിരിക്കും. അതായിരിക്കും അവരുടെ മോഡസ് ഓപ്പറാൻഡി. കെട്ടിടങ്ങൾ കെട്ടുന്നു, സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നു, വിദേശത്ത് പോകുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാം എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ കൊടുത്ത പൈസ എൻജോയ് ചെയ്യാനോ അതിൻ്റെ ഫ്രൂട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനോ സാഹചര്യം ഇല്ലെങ്കിലും അവരത് ചെയ്യുന്നുണ്ട്. അവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ സൊസൈറ്റിയിൽ മാന്യന്മാരായിട്ട് വളരെ ഗംഭീരമായിട്ട് അവരുടെ ജീവിതവും കുടുംബവും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. 2020 ഈ പ്രൊജക്റ്റിൻ്റെ പബ്ലിക്കേഷനും ഫീച്ചേഴ്സെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ബുക്ക് ചെയ്തത്. 2020 ബുക്ക് ചെയ്തു. 22 സെപ്റ്റംബർ ഡിസംബറോടുകൂടി എനിക്ക് ഫ്ലാറ്റ് കൈമാറാമെന്നുള്ളൊരു വ്യവസ്ഥയിലാണ് എഗ്രിമെൻറ്റ് ഒക്കെ ചെയ്തത്. അതിനനുസരിച്ചാണ് ഞാൻ ലോൺ എടുത്തത്. ബാങ്കിൽ നിന്നുള്ള ലോൺ മുഖാന്തരമാണ് എൻ്റെ ഈ ഫണ്ടുകളൊക്കെ ചെയ്തേക്കുന്നത്. 2022 കഴിഞ്ഞു. 2026 ഏകദേശം പകുതിയായി. ഇതുവരെയായിട്ടും ഫ്ലാറ്റൊന്നും കിട്ടിയിട്ടില്ല. 2022 ഏകദേശം ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ വർക്കെല്ലാം ഏകദേശമൊക്കെ സ്റ്റാൾഡ് എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. പിന്നീടാണ് എനിക്കറിയാൻ പറ്റിയത് തിരുവനന്തപുരത്ത് അവർ പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. 3-4 സ്ഥലത്തായിട്ട് അവർ വലിയ പ്രൊജക്റ്റുകൾ അവർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങളെല്ലാം ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഇതെല്ലാം അറിയുന്നത്. ഞങ്ങളുടെ ഫണ്ട് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞങ്ങളുടെ ഫണ്ട് ഇവിടെ പ്രയോജനപ്പെടുത്താതെ പകരം അവരവിടെയാണോ ചെലവഴിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഈ ഫ്ലാറ്റിൻ്റെ സ്ഥിതി ഇപ്പോൾ 4ാമത്തെ നിലയിൽ നിൽക്കുകയാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം, എൻ്റെ കൂടെ ഒപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലർ സ്ഥലം വിറ്റിട്ട് ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലരുടെ പെൻഷൻ ഫണ്ടാണ്, ആജീവനാന്തകാലം ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമാണ്, ചിലർ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഫണ്ടുകളാണ്. ഇതൊക്കെ ഇനി എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഞാൻ 2017 ഇതിനാദ്യമായിട്ട് ഒരു പാർട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. അതിനുശേഷം 2018 ആയപ്പോഴത്തേക്കും ആ ഭൂമിയുടെ പാർഷ്യൽ രജിസ്ട്രേഷൻ ചെയ്തു തരാം എന്നും പറഞ്ഞ് രണ്ടാമതൊരു 10 lakhs എമൗണ്ട് കൈപ്പറ്റി. പക്ഷേ ഈ പൈസ എല്ലാം വാങ്ങിയതിന് ശേഷം ഇവർ അവിടെ ഒരു 4 ഫ്ലോർ വരെ പണിത് ബാക്കി വർക്കെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൊടുംചതികൾ ഇന്ന് പൊതുവെ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടില്ല എന്ന് നടിച്ചാൽ ഇതുപോലുള്ള ബിൽഡേഴ്സ് പലരെയും വഞ്ചിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. കബളിപ്പിക്കലിന് ഇരകളായവരിൽ ചിലർ മാത്രമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. യഥാർത്ഥ ഇരകളുടെ എണ്ണം ഇതിലും കൂടുതലാണ്. ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും.